എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ബ്രഹ്മയുഗം ദ ഏജ് ഓഫ് മാഡ്നസ്. തുടങ്ങല്ലോ നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നതിനൊരു വീഡിയോ ഉണ്ട്. ഇതൊരു പ്രത്യേക തരം സാധനമാണ്. ഇതൊരു പ്രത്യേക തരം വീഡിയോ ആയിരിക്കും. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. അപ്പൊ തുടങ്ങാം. ഇതാണ് ഞങ്ങളുടെ ഇൻട്രോ. യെസ്, ഒന്നായില്ലേ? ഇനി ഒരുപാട് പേര് പറയും, സ്വാഭാവികമാണ്. കാരണം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നോക്കിയാൽ കാണാം, ഏതാണ്ട് കൂടുതലും ബ്രഹ്മയുഗമാണ്. തീർച്ചയായിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് വരുന്ന സംഭവം എന്തായിരിക്കും, നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലേ? ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ലേന്നേ ചോദിക്കുള്ളൂ. മാറ്റി പിടിക്കാനായില്ലേ എന്നുള്ളതൊക്കെ. അതിന് ഞങ്ങൾക്ക് ഒറ്റ ഉത്തരവുള്ളൂ. അതാണിത്. അതാണ്, എത്ര കണ്ടാലും മതിയാകുകയില്ല. അതുപോലെ എത്ര പറഞ്ഞാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും തീരത്തില്ല. അത്രയ്ക്കുണ്ട് വിശേഷങ്ങൾ, അത്രയുണ്ട്, പറയാനേറെ ഉണ്ട് പെരുമ. അതെ, ഓക്കെ. എന്തായാലും നമുക്കിങ്ങനെ ഇൻസ്റ്റയിൽ ഓരോ ഈ ബ്രഹ്മയുഗവുമായി ബന്ധപ്പെടുത്തി നമുക്കിങ്ങനെ കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. റീലുകളാണ്. കൊള്ളാലോ, ഇത് റിയാക്ഷൻ ചെയ്തേക്കാലോ എന്ന് തോന്നിയ ചില സാധനങ്ങൾ. നമുക്ക് എന്തായാലും അതിലെ ഒരു ഫസ്റ്റ് ഐറ്റം, അതായത് നമ്മുടെ രോമാഞ്ചം സിനിമല്ലേ, അതുമായിട്ടൊരു ക്രോസ് ഓവർ സാധനം. ഒരു ഒന്നൊന്നര സാധനം കേട്ടോ. വല്യേട്ടൻ വല്യേട്ടൻ ഡയലോഗ്. ഇത് കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. വേറെ ലെവല്. അത് കഴിഞ്ഞിട്ട് സൗബിന്റെ ഇതൊക്കെ ചുമ്മാ എന്നിട്ട് ആള് ആദ്യം ഓടും. രോമാഞ്ചത്തിലെ തന്നെ, രോമാഞ്ച സിനിമയിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സീനാണത്. തിയേറ്ററിൽ കുലുങ്ങി ചിരിച്ച ഒരു സീനാണ് എന്റെ പോലെ. അത് ഇതിലേക്കോട്ട് വന്നപ്പോഴത്തേക്ക് സൗബിൻ രണ്ടാമതാ ഓടുന്നതേ, എന്നിട്ട് സൗബിൻ എപ്പോഴും മുന്നിലേക്ക് എത്തും. ഇവരെ ഏറ്റവും വലിയ കോമഡി, ഫുൾ ധൈര്യത്തിൽ പോണ ആളാണ് ഫാസ്റ്റ് ഓടുന്നത്, അല്ല അത്ര പേടിച്ചു പോയ ആളാണ് രണ്ടാമത് ഓടുന്നത്. കൊടുകൂടം. പിന്നെ ഫസ്റ്റ് ഡയലോഗും, അതായത് വല്യേട്ടനല്ലേ, എന്റെ പകുതി അഭ്യാസമേ കണ്ടിട്ടുള്ളൂ. അതായത് നീന്നല്ല, നീന്നൊരിക്കലും നമുക്കത് പറയാൻ പാടില്ല. നിങ്ങള് മലയാളികള്, നിങ്ങൾ മലയാളികളെന്നല്ല, നിങ്ങൾ ഇന്ത്യക്കാര്, സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാരും, നിങ്ങൾ എന്റെ പകുതി അഭ്യാസം കണ്ടിട്ടുള്ളൂ, ബാക്കി പകുതിയും കൂടെ കാണാൻ കരളുറപ്പുണ്ടെങ്കിൽ മാത്രം. അതൊരു സത്യമാണ്. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ മണിച്ചിത്രത്താഴും ബ്രഹ്മയുഗവും. ഇത് പിന്നെ പക്ക കോമ്പിനേഷനാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് തമ്മിൽ എന്താ ബന്ധം? ഇത് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഒരു ബന്ധമില്ല, പക്ഷെ നമ്മള് ഒരു ജസ്റ്റ് ഫോർ എ ഹൊറർ കോമഡിക്ക് വേണ്ടി പറഞ്ഞ ആരോ ഒരു കാരണവരുണ്ട്. ശ്രീദേവിയുടെ ദേഹത്ത് കയറി തിരിക്കി കൂടെ ഉണ്ടായിരുന്ന കാരണവരും ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. നേരം കൊണ്ട് പറയാ, ഉള്ള ജീവനെ കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ. ചെകുത്താന്റെ കോട്ടയിലാണ്, ചെകുത്താന്റെ കോട്ട. മകൻ അതാണ് അച്ഛൻ പറഞ്ഞത് കേൾക്കണം, മകൻ കേട്ടില്ല. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം എല്ലാം പോവാ. ഇതിപ്പോ എന്താന്നറിയോ, നമുക്കിത് ഭയങ്കരമായിട്ട് ഇത് കണക്ട് ആവുന്നുണ്ട്. കാണാത്തവർക്ക് ചിലപ്പോ ഈ ഒരു സീനൊക്കെ എന്തായിരുന്നുള്ളത് ഒരു ഐഡിയ കിട്ടുകയില്ല. എന്തായാലും അടിപൊളി സാധനമാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, അതായത് ഹരീഷ് ഡയലോഗിലാണല്ലോ പറയുന്നത്, വന്ന് പെട്ടുവന്ന ക്യാരക്ടർ. അപ്പൊ ഇതാണ് പറയുന്നത്, മൂത്തോര് ചൊല്ലും മുതുനെല്ലിക്ക, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? അത് ശരിയല്ലല്ലോ, ഇതുമായിട്ട് കറക്റ്റ് അല്ലത്. പിന്നല്ലാണ്ട് ആദ്യം മധുരിക്കും പിന്നെ ശരിക്കും കഴിക്കും. ശരിക്കും ശരിക്കും കഴിച്ചിട്ടുണ്ട്, കറക്റ്റ് തന്നെയാണ്.
അതല്ലേ ശരിക്കും കഴിച്ചില്ലേ ആ പിന്നെ ആൾക്ക് ആദ്യം മധുരിക്കുകയും ചെയ്തു. ആ കിട്ടാത്ത കഞ്ഞി കൂടി കിട്ടിയപ്പോളേ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തായാലും തന്ത വൈബ് അടിച്ചു. നിങ്ങൾക്ക് തന്ത വൈബാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന എല്ലാ മക്കൾക്കും ഇതൊരു ഗുണപാഠം. ആ ദൈവം എന്തൊക്കെയാലോ ഒരു സിനിമയിൽ കൂടെ കൊടുക്കുന്നത്. നമുക്ക് കണ്ടന്റ് തീരുന്നില്ലല്ലോ. വായ്ത്താളത്ത് കടിക്കാനുള്ളത് കൊണ്ട് കൈകളുണ്ട് വന്നിരുന്ന് പറയാ അങ്ങ് വരും. അതെ ഓക്കെ അടുത്തത് ഗുരുവിന്റെ സമ്മതമില്ല നീ മലയുടെ അതിർത്തി കിടക്കില്ല. ദ്രോണ തളർവാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാണ്. അർജുനശേഖർ എന്റെ അമ്മ ഇതല്ല അടിപൊളി സാധനമാണ്. ലാസ്റ്റ് സാധനല്ലേ അതാ നിന്റെയൊക്കെ പ്രാകുന്നത്. പ്രമേഹം കണ്ടവർക്ക് അറിയാം അതിലൊരു പ്രാക്കുണ്ട്. എന്റെ മോനെ ആ സമയത്ത് എന്തൊക്കെയാ അയാളുടെ മുഖത്ത് വരുന്നതെന്ന് നമുക്കനെ ഇത് ചെയ്തു. ഈ മാഡ്നസിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സാഹചര്യമാണ്. അതൊരു രക്ഷയില്ലാത്ത സമയം. അത് ആ സമയത്ത് 3-4 ക്യാരക്ടറൊക്കെ വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് ഏതൊക്കെ ചെയ്യണത് നമുക്കന്നെ അറിഞ്ഞൂടാ. ആ സമയത്താണ് ഈ ഒരു പ്രാക്ക്. ഇപ്പം എന്തായാലും ദ്രോണ എന്ന സിനിമ ഇതിൽ പരാമർശിക്കേണ്ട സാഹചര്യം വന്നു. അതായത് നമ്മൾ കണ്ട വീഡിയോ അതാണല്ലോ. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇടങ്ങളിൽ ചില സമയങ്ങളിൽ ചിലർക്ക് അങ്ങനെ ഒരു പേടി വന്നിരിക്കണം, അല്ലെങ്കിൽ ഒരു ആശ്വാസം വന്നിരിക്കണം. അതായത് ചിലർക്ക് ആശ്വാസം കിട്ടുന്ന എങ്ങനെയാണെന്നറിയോ? പ്രമേഹം അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ദ്രോണയായി മാറുന്നു ചിലർക്കുള്ള ആശ്വാസം. ചിലർക്കുള്ള പേടി ദ്രോണ എങ്ങാനും ആവോ. എന്തായാലും പക്ഷെ ഈ 2 പേർക്കുള്ള മറുപടി കൊടുത്തു. യെസ്. ഇനി ഇതൊക്കെ പറയുന്നു ഇതിന്റെയൊക്കെ ഇടയിൽ നമുക്കൊരു ദാരുണമായിട്ടുള്ള ഒരു കാഴ്ച. ഓണത്തിന്റെ ഇടയ്ക്ക് മുട്ട് കച്ചവടം അതാണ് സംഭവം. നമ്മുടെ സബ്ജക്ട് ഇതല്ലെങ്കിലും ഈ ഒരു അതായത് പ്രമേഹത്തിന്റെ ഒരു തിയേറ്റർ റെസ്പോൺസിൽ നിന്നാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. അതെ, അപ്പൊ നമുക്കത് ഇപ്പൊ കാണണം, കണ്ടേ പറ്റുള്ളൂ. അത് ഒരാള് നമ്മൾ മറ്റൊരാള് വിഷമിക്കുന്നത് കണ്ടിട്ട് അതിൽ സന്തോഷിക്കണം. ഒരാൾ വിഷമിക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കണം. നല്ല നല്ല ഗുണപാഠം, നല്ല മെസ്സേജ് അപ്പൊ കൊടുത്തത്. ഓക്കെ, പുതിയ അണ്ണ വന്നിട്ടില്ല. അമേസിംഗ് ആണ്. വൈറലാകാൻ വേണ്ടി എന്തൊക്കെ കോപ്രായ കാണിക്കുന്നു. കോമഡിയേഷൻ കിട്ടുന്ന ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ ഈ വീഡിയോനെ കുറിച്ച് പറയുന്നത് കുറച്ച് നേരം പറയും. ആ സമയത്ത് ഞാൻ അങ്ങനെ അതെ ഈ വീഡിയോ കണ്ടെന്ന് എനിക്ക് തോന്നി അറിയാം. അതായത് ട്രൗസർ തൂറിയവനെ അപ്പീല് ചവിട്ടിയവനെ എന്നും സ്ഥിരമായിട്ട് ട്രൗസർ തൂറുന്നവൻ എന്തെങ്കിലും അപ്പീല് ചവിട്ടൂലേ അവരെ കളിയാക്കുന്നത്. എങ്ങനെയുണ്ട് എന്റെ ഈ ഡയലോഗ്? എങ്ങനെ ഉണ്ടായിരുന്നു? സംഭവം കറക്റ്റാ. പിന്നെ ആമവാദം പിടിച്ച തോളൊന്നും തിരിച്ചു വെച്ചാൽ മതി. അത് ശരിക്കും വാദം പിടിച്ച പോലെ കറക്റ്റ് ലാലേട്ടനായിരുന്നു. ലാലേട്ടനല്ല അല്ലേ അണ്ണൻ. അതിന്റെ അടിയിൽ കണ്ടില്ലേ ലാലേട്ടനെ പിടിച്ചതാണ് ആള്. പക്ഷെ ലാലേട്ടനെ അല്ല കുഞ്ഞിക്കൂനെ പിടിച്ച അവസ്ഥയായി. ലാലേട്ടനെ പിടിച്ചതാണ്, പക്ഷെ അത് കണ്ടപ്പോ നമുക്ക് പിടിക്കാൻ തോന്നുന്നു. എന്താണെങ്കിലും ഭയങ്കര സങ്കടം കേട്ടോ. ആളുടെ ഒരു റിവ്യൂവിന് അല്ലെങ്കിൽ റിവ്യൂ എടുക്കാൻ വേണ്ടി ചെന്നില്ലെങ്കിൽ വിഷമം നമുക്ക് കണ്ടതാണ്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വൻ കരച്ചിലായിരുന്നു. അതായത് തിയേറ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്ന ആളാണെന്നാണ് പറയുന്നത്. ആള് തന്നെ സ്വയം പറയുന്നത്. സംഭവം എന്തായാലും അമേസി അണ്ണൻ ശരിക്കും വിസ്മയിപ്പിച്ചു. ആരെ? ആറാട്ടണ്ണനെ. ഇനി വേറൊരാളും കൂടി ഉണ്ടേ, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ട്രൗസർ തൂറുന്നവനെ ഞാൻ പറഞ്ഞു. ഇത് ട്രോളായിട്ട് എടുത്താൽ മതി. സീരിയസ് ആയിട്ടല്ല, രസമായിട്ട് പറയുന്നത്. ട്രൗസർ തൂറുന്നവനെ പറഞ്ഞു, ചവിട്ടുന്നവനെ പറഞ്ഞു. ഇത് 2 പോക്കലിട്ട് നടക്കുന്നവനാ. അല്ല, സാധനത്തെ കുറിച്ച് എന്തിനു പറയണമെന്ന്? അല്ല, ആ സാധനത്തെ കുറിച്ച് പിന്നെ നമുക്ക് വർണ്ണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അതിന് വർണ്ണനങ്ങളില്ല അല്ലേ? എന്താണെങ്കിലും ഞങ്ങള് പോവാണ്. ഇതൊക്കെ ചുമ്മാ തമാശയാണ്. ആരും ഇതൊക്കെ സീരിയസ് ആയിട്ട് അവരെ പറയുന്നതെന്ന് വിചാരിക്കല്ലേ, ജസ്റ്റ് ട്രോളിന് വേണ്ടി പറയുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. അല്ല, അത്രക്ക് വിമർശിക്കൊന്നും വേണ്ട നിങ്ങള്. വേറെന്താ, ഒരുപാട് ആൾക്കാർക്ക് അരി ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ് അവരെന്തായാലും. അതൊരു സത്യമാണ്. അല്ലെങ്കിൽ ഒരിപ്പോഴും ഇങ്ങനെ ഫീൽഡിൽ ഒന്നും പോവില്ലല്ലോ. അല്ല, ഇവരുടെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ റെസ്പോൺസ് ഇനിയിപ്പം സത്യമാണോ അവര് പറയുന്നത് ശരിയാണോ എന്നറിയാൻ വേണ്ടിട്ടല്ല, ഇവരെന്താണ്
പറയുന്നത് ആ ഒരു എന്റർടൈൻമെന്റ് അത് കേൾക്കാൻ വേണ്ടിട്ട് അല്ലെ അത് കാണാൻ വേണ്ടിട്ട് കാണുന്ന ആൾക്കാർ. സംഭവം എന്റർടൈൻമെന്റ് ഉണ്ട്, പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ എന്തോ ഒരു സാധനം വരും. അതെന്താണാവോ? അത് എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു കല്ലുകടിയാ, ഒരു എന്തോ ഒരു ഇഞ്ചി അടിച്ച ഓ ഞാനിത് കണ്ടുപോയല്ലോ എന്നൊരു വിഷമം, അത്രേ ഉള്ളൂ. ട്രോളാണേ കൈ കൂപ്പി എന്തൊക്കെ. ഇതിപ്പോ നിർത്താൻ നല്ലത്. അതെ, ഞാൻ മര്യാദക്ക് നിർത്തി ടാറ്റ കൊടുത്ത മനുഷ്യനാ. അത് നീ നിന്റെ മൈൻഡല്ല, നീ അതിന്റെ ഇടയ്ക്ക് വേറൊരു മൂടില്ല. ഇത് വെറുതെ വാങ്ങിച്ചു കൂട്ടാൻ നിക്കണ്ട, നേരത്തെ പറഞ്ഞു. ഫാൻസ് വരട്ടെ, പൊങ്കാല ഇടട്ടെ, ബൈ ബൈ.